അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ വേറൊന്നല്ല കേട്ടോ, നമുക്ക് 2 ദിവസം ഈ നാളെ ഒരു കല്യാണമുണ്ട്, പിന്നെ അടുത്ത മാസം ഒരു കല്യാണമുണ്ട്, പിന്നെ അടുത്ത മാസം വേറൊരു നമ്മുടെ ഒരു സോലോമിത്തെ ഒരു പരിപാടിയുണ്ട്, ഓണപ്പരിപാടി കേട്ടോ. അങ്ങനെ 2-3 ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇടാൻ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഇട്ടത് തന്നെയല്ല ഇടുന്നത്. അപ്പം ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ആഴ്ചക്ക് നമ്മൾ അങ്ങനെ അടച്ചു കൊടുക്കണ പോലെ. അപ്പോൾ ഞാനപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്, യെല്ലോ കളറാട്ടോ ഞാൻ എടുത്തിരിക്കുന്ന പ്രാവശ്യം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ആഴ്ചക്ക് ഇങ്ങനെ അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഒരു യെല്ലോ കളർ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ 750 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പം നമ്മൾ റെഡി ക്യാഷ്, പിന്നെ ഇതിലേക്ക് നല്ല അടിപൊളി കോട്ടൺ കേട്ടോ. ഷോളുണ്ട്, നല്ല തലയിലൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു ഷോൾ കേട്ടോ. ഷോളും പിന്നെ അങ്ങനെ പലാസ പോലത്തെ ഒരു പാൻസ് നല്ല നിൽക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് കല്യാണത്തിന് ഇടാൻ, പിന്നെ കുട്ടികൾക്ക് പിന്നെ ഉണ്ട്, നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കിട്ടിയതുണ്ടല്ലോ. അപ്പോൾ എനിക്കാണ് കുറവ് ഡ്രസ്സ്, അതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇപ്പോൾ അവർക്കും എടുക്കണം, എന്തെങ്കിലും നോക്കട്ടെ. സാത്തുക്കുട്ടിക്കും ബെൻഷിമോൾക്കും പിന്നെ ഉണ്ട് കേട്ടോ, അവൾക്കൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ, അപ്പം ഞാൻ ഈ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ, അങ്ങനെ അടഞ്ഞു പോയിക്കോളും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ നമുക്കിപ്പോൾ ഇനി കല്യാണ വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ്, കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഒക്കെ ആണെങ്കിൽ എന്താണ്, കല്യാണങ്ങൾക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കുട്ടികൾ റജിക്കുട്ടി ചെറുതല്ലായിരുന്നു. പിന്നെ അതെല്ലാം ഫാത്തിമാക്ക് അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ അപ്പിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളൊക്കെ കാരണം ഞാൻ ആദ്യം എവിടെയും പോകില്ല. അപ്പോൾ കുടുംബത്തിൽ തന്നെ കുറേ ആൾക്കാർ ഓരോന്നിനും വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കല്യാണങ്ങളൊക്കെ ഒഴിവായിപ്പോയി. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാത്തിനും പോകാൻ തുടങ്ങി. കാരണം നമ്മുടെ ഫാത്തിമാക്കും അതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, ഇപ്പം ഞാൻ എല്ലാത്തിനും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്. കാരണം അവൾക്കൊരു മാറ്റമൊക്കെ അങ്ങനെയെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിന് മുമ്പ് എവിടെയും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുടുംബത്തിലായാലും ഒന്നിനും പങ്കെടുക്കും. ചിലർക്ക് പരാതി ഉണ്ടാവും, നമ്മൾ ഇപ്പോഴൊക്കെ അവൾ പോകണം, പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. പോകാൻ പറ്റാത്തത് കൊണ്ടാട്ടോ പോകാണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കും, പോകും. ആര് വിളിച്ചാലും നമുക്ക് നമ്മളാ പറ്റണതാണെങ്കിൽ പോകും കേട്ടോ. അത് നല്ല വീഡിയോ ആയിട്ട്, കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അപ്പം വീഡിയോ ഞാൻ വൈൻഡപ്പ് കേട്ടോ. ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.